നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് മൂലം 14 വർഷം തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ നടത്തേണ്ട ദുരവസ്ഥയിൽ 7 വയസ്സുകാരൻ. ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച നീഡിൽ കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയതോടെയാണ് ഈ ദുരവസ്ഥ. വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു. അങ്ങനെ അപ്പോൾ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിലെ ബെഡിലോട്ട് കിടത്തിക്കൊള്ളാൻ പറഞ്ഞു, അവിടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ആ ബെഡിനകത്തോട്ട് കുട്ടി കയറിയിരിക്കുകയും ഈ ബെഡിൻ്റെ മേളിലൊരു റെക്സിൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡിൻ്റെ റെക്സിൻ ഷീറ്റിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ സൂചി ഇരുന്നത്. കാണാൻ പറ്റത്തില്ല. കുട്ടി കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എന്തോ കുത്തിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് റെക്സിൻ ഷീറ്റ് മാറ്റി നോക്കുമ്പോഴാണ് സിറിഞ്ച് സൂചിയായിട്ട് ഇങ്ങനെ മേളിലോട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുട്ടിയുടെ പാൻറ് താത്ത് നോക്കുമ്പോൾ ബ്ലീഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ സിസ്റ്ററെ വിളിച്ച് കാര്യം പറഞ്ഞു. സിസ്റ്റർ അന്നേരം തന്നെ വന്നു നോക്കിയിട്ട് അന്നേരം തന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും പേരെ അവിടെ നിർത്തിക്കൊണ്ട് കൊണ്ടുവന്നു. അന്നേരം തന്നെ ബെറ്റാഡിൻ തുത്ത് ക്ലീൻ ചെയ്തു. അപ്പോൾ ഡോക്ടറെ നോക്കിയപ്പോൾ ഡോക്ടറില്ല. ഡോക്ടർ ഏതോ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് സർജറി റൂമിലോട്ട് കയറിയേക്കാന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വന്ന് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഒരു അറ്റൻഡർ ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ നമ്മുടെ ലാബിൽ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 7 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് നമുക്ക് 72 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇത് ആരുപയോഗിച്ചാണെന്നോ എന്താണെന്നോ അവർക്ക് തന്നെ ഒരു പിടുത്തവും ഇല്ല. ഉപയോഗിച്ച സൂചിയാണെന്ന് അവർ പറയുന്നത്. ആരും ഉപയോഗിക്കത്തെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പാക്കിംഗ് ആണ്. അപ്പോൾ ഉപയോഗിച്ചതാണ് അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അവിടെ തന്നെ. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ തുടർച്ചയായി ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ മൂലം, ചികിത്സാ പിഴവ് മൂലം നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഈ ആശുപത്രി ജീവനക്കാരുടെ ഒരു അലക്ഷ്യമായിട്ടുള്ള നടപടികൾ മൂലം ഒരു കുഞ്ഞ്, ഒരു 7 വയസ്സുകാരൻ അനുഭവിക്കുന്ന ദുരിതം. അതായത് ഒരു 14 വർഷത്തോളം HIV TB ടെസ്റ്റുകൾ നടത്തേണ്ട ഒരു ദുരവസ്ഥ. ഇത് എന്നാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്? ഇവർ പരാതി പറയുന്നത് പോലുള്ള ഈ നീഡിൽ എന്നാണ് കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയത്? ഇപ്പൊ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടിയോ വിശദീകരണമോ വന്നിട്ടുണ്ടോ? ടോം, ഇത് അത്യന്തം ഗുരുതരമായ അലംഭാവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ, അതായത് കായംകുളം താലൂക്ക് ആശുപത്രി സംബന്ധിച്ച് ഇതിനു മുമ്പും നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള ഒരിടമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇത്തരം ഒരു ദുരിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കായംകുളം പോലീസ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ ശരീരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ച്, അതായത് നീഡിലെ കുത്തിക്കയറി ഉണ്ടായ പരിക്കിനെ തുടർന്നാണ് ഇത്തരത്തിൽ കായംകുളം പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കേസാണ് അത് എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് കഴിഞ്ഞ 23 അടുത്താണ് ഈ കുട്ടിക്ക് രാത്രി പനിയുമായി ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിയ കുട്ടിയോട് പനിക്കുള്ള മരുന്ന് വെക്കുന്നതിനായി പറയുന്നു. തുടർന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചിട്ടുള്ള ബെഡിലേക്ക് ഇരിക്കാനായി കുട്ടിയോട് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ മരുന്ന് എഴുതിയതിനെ തുടർന്ന് ആ മരുന്ന് കൊടുക്കുന്നതിനുവേണ്ടി കാഷ്വാലിറ്റി ബെഡിലേക്ക് ഇരുന്ന കുട്ടിയുടെ തുടയിലാണ് ഇത്തരത്തിൽ സൂചി തുളച്ചു കയറുന്ന സാഹചര്യമുണ്ടായത്. അന്ന് രാത്രി തന്നെ ഈ കുട്ടിയെ HIV അടക്കമുള്ള ടെസ്റ്റുകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യുന്നു. അതിനുശേഷം അതിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കെടുകാര്യസ്ഥതയുടെ മറ്റൊരു തെളിവ് വണ്ടാനത്തും ഉണ്ടായി. അതായത് ഈ കുഞ്ഞിനെ കൊണ്ടു ചെല്ലുമ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നടത്തേണ്ട ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പരിശോധനാ ഫലം 72 മണിക്കൂറിനുള്ളിൽ കിട്ടിയാൽ മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുകയുള്ളായിരുന്നു. അങ്ങനെ ഈ 72 മണിക്കൂറിനുള്ളിൽ നടത്തി കിട്ടേണ്ട ടെസ്റ്റിൽ ഒരു ടെസ്റ്റുകൾ പോലും ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് രാത്രി ഈ അച്ഛൻ
കുഞ്ഞിനെയും കൊണ്ട് സ്വകാര്യ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ഫലം ലഭിക്കുമ്പോൾ 4 ദിവസം പിന്നിട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഇത്തരത്തിലൊരു സൂചി, അതായത് നമുക്കറിയാം നീഡില് അടക്കമുള്ള ഉപകരണങ്ങൾ, ആശുപത്രി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കൃത്യമായ പ്രോട്ടോകോൾ ഉള്ള ഒരു ഇടമാണ്. ഈ സൂചികൾ ഉപയോഗിച്ചാൽ തന്നെ അത് ഈ പറഞ്ഞ പോലെ രോഗസാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ പേഷ്യന്റിന്റെ സൂചി ഉപയോഗശേഷം കൃത്യമായ ഒരു പ്രോട്ടോകോൾ പാലിച്ചു തന്നെയാണ് അത് സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ പോകേണ്ടത്. എന്നാൽ അതിൽ കൃത്യമായ ഒരു അലംഭാവം ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ കുഞ്ഞിന് അത്തരം ഒരു സൂചി ഉപയോഗിച്ചുള്ള പരിക്കുണ്ടായത്. ഇതിൽ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യം എന്ന് പറയുന്നത് 14 വർഷത്തേക്ക് ഈ കുഞ്ഞ് എല്ലാ 3 മാസം കൂടുമ്പോഴും HIV ഒപ്പം തന്നെ TB അടക്കമുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാകണം എന്നുള്ളതാണ്. അതായത് 14 വർഷത്തേക്ക് നമ്മുടെ ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച ഒരു കുഞ്ഞിനെയും ഒരു കുടുംബത്തെയും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സംവിധാനത്തിൽ ഗുരുതരമായ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൂചി കൊണ്ടതോ മുറിവേറ്റതോ അല്ല, മറിച്ച് ഇത്തരം ഒരു ഗുരുതരമായ രോഗസമാനമായ സാഹചര്യത്തിലേക്ക് അത്തരം ഒരു ഭയം അവരുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് 14 വർഷത്തേക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യാനായി കൊണ്ടുപോകേണ്ട രക്ഷിതാക്കളുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നും അറിയാത്ത നിരപരാധിയായ ഒരു കുഞ്ഞാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അലംഭാവം മൂലം, ഗുരുതരമായ വീഴ്ച മൂലം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ബോധപൂർവമായി ഇവരുടെ അലംഭാവം മൂലം തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആശുപത്രി അധികൃതരെ സംബന്ധിച്ച് അത് നിസ്സാര കാര്യമായിരിക്കാം. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ശരണ്യയുടെയും എന്റെയൊക്കെ മക്കളുടെ കാര്യത്തിൽ ഇത്തരം ഒരു വിഷയം വരുമ്പോഴായിരിക്കും നമുക്ക് ഓരോ മാതാപിതാക്കൾക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വേദന മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടിയാണ്, ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകുന്നു ഈ കുടുംബം, എന്ത് നടപടിയാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്? ഒരു അന്വേഷണത്തിനെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടോ ശരണ്യ? അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ? ഇതിനു മുൻപ് ശരണ്യ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ, നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ കുറ്റക്കാർക്കെതിരെ, വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമൊക്കെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഈ കേസിലും ഈ കായംകുളം ഈ ആശുപത്രിയിലെ ഈ അനാസ്ഥയുമായി ബന്ധപ്പെട്ട സംഭവത്തിലും എന്തെങ്കിലും നടപടി പ്രതീക്ഷിക്കാമോ? ടോമി, കേസിൽ FIR ഇട്ടിട്ട് തന്നെ എത്ര ദിവസങ്ങൾ പിന്നിടുന്നു എന്നറിയാവോ? ഇതിനകത്ത് ഒരു നടപടിയും, FIR ഇട്ട ഒരു കേസിൽ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആശുപത്രി സൂപ്രണ്ട് ആ കുടുംബത്തോട് പറഞ്ഞത് ഇക്കാര്യം പുറത്തേക്ക് പറഞ്ഞ് വിവാദമാക്കരുത് എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥനയാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർക്ക് ഇതിന്റെ ഗുരുതരാവസ്ഥ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഷ്വാലിറ്റിയിൽ നിന്ന് ആ കാഷ്വാലിറ്റിയിലെ ഈ കുട്ടിയെ കാണിച്ച കേസ് ഷീറ്റ്, റെഫറൻസ് ഷീറ്റ് അടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് രാത്രി തന്നെയാണ് കുഞ്ഞിനെ റെഫർ ചെയ്തിട്ടുള്ള 12 മണിയോടെ ആ കുഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി പോവുകയും അവിടെ ചെല്ലുന്ന അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം 72 മണിക്കൂർ കൊണ്ട് ടെസ്റ്റ് നടത്തി റിസൾട്ട് കിട്ടേണ്ട ഒരു രക്ഷകർത്താവ് രാത്രി ഇവിടെ നിന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതിനു വേണ്ടിയുള്ള ഒരു സംവിധാനവുമില്ല. പിറ്റേ ദിവസം പരിശോധിക്കണമെങ്കിൽ ഈ വിഭാഗത്തിൽ HIV അടക്കമുള്ള വിഭാഗത്തിലെ ഡോക്ടർമാർ വന്നതിന് ശേഷം മാത്രമേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കാഷ്വാലിറ്റി വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത്. പിന്നീട് ഈ കുഞ്ഞിനെയും കൊണ്ട് അവര് സ്വകാര്യ ലാബ് തേടി പോകേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു ടെസ്റ്റ് എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന ഒരു ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിരവധി ടെസ്റ്റുകൾ അവർ എഴുതി കൊടുത്തിരുന്നു. ഈ ടെസ്റ്റുകളുടെ ഭാഗമായി സ്വകാര്യ ലാബ് തേടി അച്ഛൻ പോകേണ്ടി വരുന്നു. ഒപ്പം തന്നെ അവരുടെ കൈക്കുഞ്ഞും ഒക്കെ മറ്റൊരു കുട്ടിയും ഒക്കെ ആയാണ് ഇവർ ആശുപത്രിയിലേക്ക് രാത്രി അവിടെ നിന്ന നിൽപ്പിലാണ് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവരുടെ കുഞ്ഞിന് അനുഭവിക്കേണ്ടി വരുന്നത്. അതിനെയും കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ ഓടിയെത്തേണ്ടി വരുന്നു. അവിടെ നിന്നും ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടത്തേണ്ട ടെസ്റ്റുകളൊന്നും അവിടെ നടത്തപ്പെട്ടില്ല എന്ന് മാത്രമല്ല 72 മണിക്കൂറിനുള്ളിൽ അടിയന്തരമായ റിസൾട്ട് ലഭിക്കേണ്ട ഒരു ടെസ്റ്റ് നടത്തി കിട്ടുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. അത്രമേൽ പ്രതിസന്ധി, അത് നമ്മളുടെ ആരുടെയെങ്കിലും മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ ഗുരുതരാവസ്ഥ എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അത്ര മോശമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്. ഈ 14 വർഷം ഈ
കുഞ്ഞ് ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയമാകണം എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തുകൊണ്ട് അത്തരമൊരു ടെസ്റ്റിന് വിധേയമാകണം എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ. 14 വർഷവും അവർ തീതിന്ന് തന്നെ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരമൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഗുരുതരമായ പിഴവിൽ ഇതുവരെ ആശുപത്രി അധികൃതർ അത് ആർക്കാണ്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വന്ന് എടുത്ത നീഡിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് ഉപയോഗിച്ചു എന്നുള്ളതൊന്നും സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ആശുപത്രി അധികൃതർക്ക് പോലുമില്ല. അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം CCTV അടക്കം എന്തായാലും ഉപയോഗിക്കുന്നതാണ്, ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു അലംഭാവം ഉണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താനോ ഒന്നും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് ആ കുടുംബം ആ ദിവസങ്ങളിൽ തന്നെ പരാതി നൽകിയിരുന്നു. അതിനകത്തും ഒരു റെസ്പോൺസും ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ലഭ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് പോലും ആശുപത്രിയിൽ അല്ലെങ്കിൽ വകുപ്പ് തല നടപടിയിലേക്ക് നീങ്ങാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 14 വർഷവും 3 മാസം കൂടുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ടെസ്റ്റുകൾക്ക് വിധേയനാക്കാൻ വേണ്ടി ആ രക്ഷകർത്താക്കൾക്ക് പോകേണ്ട ഗതികേടിലാണ് അവർ, ദുരവസ്ഥയിലാണ് അവർ എന്നുള്ളത്. നമ്മുടെ സമൂഹം ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുമെന്ന് അറിയാമല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ. ശരണ്യ സൂചിപ്പിച്ചതുപോലെ 14 വർഷം 3 മാസം കൂടുമ്പോൾ HIV TB ടെസ്റ്റുകൾ നടത്തുക, അതിനുവേണ്ടി അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ ഓരോ ദിവസവും ആശുപത്രിയിൽ പോകുമ്പോഴും ഈ ടെസ്റ്റ് നടത്താൻ പോകുമ്പോഴും ആ മാതാപിതാക്കളുടെ ഓരോ ദിവസത്തെയും തൊഴിൽ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ വേതനം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, അങ്ങനെ 14 വർഷമായിരിക്കും ഈ കുടുംബം ഒരു ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്നത്. ശരണ്യ, ഇവരുടെ നിലവിലെ ഈ പരാതിയുമായി ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്, പോലീസിനെ സമീപിച്ചിരിക്കുന്നു, പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏത് രീതിയിലൊരു നടപടി വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം? അതായത് ഈ ആശുപത്രിയുടെ വീഴ്ച മൂലമുണ്ടായ ഈ സംഭവത്തില് ഒരു നഷ്ടപരിഹാരം നൽകേണ്ടതല്ലേ? അത്തരം ഒരു നിയമ നടപടിയിലേക്ക് കുടുംബം പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് ഈ സർക്കാർ സംവിധാനങ്ങളിലൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനാണ് ആ കുടുംബത്തിന്റെ തീരുമാനം. നിയമപരമായ നടപടികളുമായി അവർ പോകും. അതുകൊണ്ട് തന്നെയാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. മാത്രമല്ല, ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും അതിനകത്ത് മറ്റു നടപടികളും തുടർ നടപടികൾ ഉണ്ടായില്ല. ഒപ്പം ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസം കോടതിയാണ്. കോടതിയിൽ നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ആ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ്. നിർധനരായ ആളുകളാണ്, സാധാരണക്കാരായ മനുഷ്യരാണ് ആശുപത്രിയെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന് ഈ ഒരു സാഹചര്യം മറ്റൊരാൾക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടിയെ കൊണ്ട് ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയമാക്കാനൊക്കെ പോകുന്ന ഘട്ടത്തിൽ സമൂഹത്തിലുള്ള മറ്റാളുകളാണെങ്കിലും എപ്പോഴും ഒരു ആശങ്കയോടുകൂടി ഇവരെ സമീപിക്കുകയും ഒക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇതിനെല്ലാം മറികടന്ന് അവർ ഈ വിഷയം നമ്മളോട് തുറന്നു പറയാൻ തയ്യാറായത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനാസ്ഥ, ഇങ്ങനെ ഒരു പിഴവ് ഇനിയും ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ നമുക്ക് മുന്നിലേക്ക് വന്നത്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ആ കുടുംബം പറയുന്നത്. അവർ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ടോം, തീർച്ചയായും ഇപ്പോൾ കോടതിയെ അവർ സമീപിക്കുന്നുണ്ട്, പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? മന്ത്രിക്കോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആശുപത്രി, കായംകുളം ആശുപത്രിക്കെതിരെ, ആശുപത്രിയിലുണ്ടായ ഈ വീഴ്ചക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? സാധാരണ നമുക്കറിയാം, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചകളും കത്രിക ഈ വയറ്റിൽ കുടുങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ ഇവരെ സംരക്ഷിക്കുന്ന, കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നടപടിയായിരുന്നു മന്ത്രിയും വകുപ്പും സ്വീകരിച്ചത്. അങ്ങനെ മന്ത്രിയുടെ അടുത്ത് ഈ കുടുംബം ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ? അവർക്ക് പ്രതീക്ഷ അവിടെ നിന്നും, ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടുമെന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതീക്ഷയുണ്ടോ ശരണ്യ? ആരോഗ്യമന്ത്രിക്ക് പരാതി കൈമാറിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷവും ഒരു മറുപടിയും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിയുടെ പരാതി അയക്കുന്ന ഇമെയിൽ മുഖാന്തരമാണ് ആരോഗ്യമന്ത്രിക്ക് അവർ പരാതി കൈമാറിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്ക് പരാതി കൈമാറിയിട്ട് പോലും അതിനകത്തൊരു അന്വേഷണം, ഈ ജില്ലയിൽ ഉണ്ടായിട്ട് പോലും അത്തരമൊരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു കേവലം ഒരു സൂചി കൊണ്ട ഒരു സംഭവമായി മാത്രം ഒതുക്കി തീർത്ത് പോകും എന്നുള്ളതാണ് ഇവരെല്ലാവരും കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ മറ്റൊരു മറുവശത്തെക്കുറിച്ച്
കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇത്തരത്തിൽ ആശങ്കയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന 14 വർഷം, അതായത് 7 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 21 വയസ്സ് വരെ അവന്റെ ജീവിതത്തിൽ തുടരുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയും വഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു കുടുംബം മുഴുവൻ ആ ആശങ്ക പേറേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയത്തെ നോക്കിക്കാണുകയാണ് കുടുംബം. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഈ പറഞ്ഞതുപോലെ ആശുപത്രി അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇനി അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും കോടതിയിലേക്ക് പോകാൻ തന്നെയാണ്. കോടതി നടപടികളുമായി കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് ആ കുടുംബം നമ്മളോട് രാവിലെയും അറിയിച്ചിട്ടുള്ളത്. അവർ പങ്കുവെക്കുന്ന ആശങ്ക വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാൽ പോലും, നമ്മൾ എത്ര ആശ്വസിപ്പിച്ചാൽ പോലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം 14 വർഷം അവർക്കുണ്ടാകുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ടെൻഷനോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരുന്ന രക്ഷകർത്താക്കളുടെ ആശങ്ക അവർ പങ്കുവെക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. തീർച്ചയായും ഇതൊരു സർക്കാർ സംവിധാനത്തിനെ ആശ്രയിച്ച, വിശ്വസിച്ചെത്തിയ ഒരു കുടുംബത്തിനെ നേരിടേണ്ടി വന്ന ഗുരുതരമായ അവരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന ദുരവസ്ഥയാണ്. ഇതിന് തീർച്ചയായും മറുപടി പറയേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. വകുപ്പ് തല അന്വേഷണം പോലും ഈ സംഭവത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ടോം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം ആശുപത്രിയിലെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഒരു കുടുംബത്തെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. 7 വയസ്സുകാരൻ 14 വർഷത്തോളം HIV TB ടെസ്റ്റുകൾ നടത്തേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ആ കുടുംബം മാറിയിരിക്കുന്നു. വലിയ ആശങ്കയാണ് കുടുംബത്തെ സംബന്ധിച്ചുള്ളത്. പരാതി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പക്ഷേ യാതൊരു വിശദീകരണമോ നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ കായംകുളം പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം മാത്രമല്ല, അവർ വരുന്ന 14 വർഷം അവർ നടത്തേണ്ട ചികിത്സകളുണ്ട്, പരിശോധനകളുണ്ട്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകുകയാണ് ചെയ്യേണ്ടത്.